ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈനായിട്ടൊന്നും ഇല്ല. ഇത് ജസ്റ്റ് നമ്മൾ ഇത് മാത്രം ഈ ഒരു പേൾ ബീഡ് ഉണ്ടോ, ഹാഫ് ബീഡ്സ് ഉണ്ടോ, ഇതുപോലുള്ള പേളിൻ്റെ ഹാഫ് ബീഡ്സ് ഇതുപോലുള്ള ഫാബ്രിക്കിൽ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തും നമുക്ക് നല്ലൊരു ഡിസൈനും ഡ്രസ്സ് ഉണ്ടാക്കാം എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലും അതല്ലെങ്കിൽ നമുക്ക് ഏത് കളറിലാണെങ്കിലും ചെയ്യുമ്പോഴും ഈ ഒരു പേൾ ബീഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് കളർ ഇതുപോലെ വൈറ്റ് ആയതുകൊണ്ട് ഏത് കളറിനോടുകൂടി തന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നുമില്ല, ഇതിപ്പോൾ ഹാഫ് ബീഡ്സ് ആണ്. ഇത് ഒട്ടിച്ചു കൊടുക്കുന്നു, നമ്മൾ ഇതുപോലുള്ള ഫാബ്രിക്കിൽ യൂസ് ചെയ്ത് ഇത് ഒട്ടിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത് കാണിക്കാം. അത് നിങ്ങൾക്ക് ഇതുപോലെ ഹോൾസ് ഉള്ള ഹാഫ് ബീഡാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒട്ടിക്കുന്നതിലും കുറച്ചധികം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും അത് കുറച്ചും കൂടെ കുറേ വാഷ് കഴിഞ്ഞാലും നന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ഹോൾസ് ഉള്ളതാണ് കിട്ടുന്നതെങ്കിൽ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ സ്ലീവ്സിൽ ബോർഡറായിട്ടും കൂടെ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, പ്ലെയിൻ കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഒരു 10 മിനിറ്റ് വേണ്ട ഫുൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്, യോക്ക് പോർഷൻ കംപ്ലീറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഇതുപോലെ നമുക്ക് താഴെ കൂടി ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.